ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി വിഭാഗത്തിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗത്തെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, അതുപോലെ തന്നെ തീരപ്രദേശങ്ങളും ദ്വീപുകളും. അങ്ങനെ മെയിനായിട്ടുള്ള ഒരു 4 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ സമതലങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ഇന്നത്തെ മനോരമ പേപ്പറിൽ വന്നൊരു ചെറിയ ആർട്ടിക്കിളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമതലങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഉത്തര മഹാസമതലം നോക്കിയേ. ശിലാവസ്തുക്കൾ. ഓക്കെ, എന്താണ്? ശിലാവസ്തുക്കൾ പൊടിയാൻ ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകൾ കാരണമാകുന്നു. അപ്പോൾ നമുക്കറിയാം ഭൗതികമുണ്ട്, രാസികമുണ്ട്, അതുപോലെ തന്നെ ജൈവികമായിട്ടുള്ള പ്രക്രിയകൾ കാരണമാണ് ശിലാവസ്തുക്കൾ പൊടിയാൻ. ഓക്കെ, അങ്ങനെ അത് പൊടിയുന്നു. ഭൂരൂപീകരണ സഹായികൾ ശിലാവസ്തുക്കളെ നീക്കിക്കൊണ്ടുപോയി താഴ്ന്ന സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ ഈ ശിലാവസ്തുക്കൾ ആരാ നീക്കിക്കൊണ്ടുപോവുക? ഭൂരൂപീകരണ സഹായികൾ. ഏതൊക്കെയാണ് ഈ ഭൂരൂപീകരണ സഹായികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒഴുകുന്ന വെള്ളമുണ്ട്, കാറ്റുണ്ട്, ഹിമാനികളുണ്ട്, തിരമാലകളുണ്ട്. ഇതൊക്കെയാണ് ഭൂരൂപീകരണ സഹായികൾ. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്? ഭൗതികം, രാസികം, അതുപോലെ തന്നെ ജൈവികമായിട്ടുള്ള പ്രക്രിയയിലൂടെ ഈ ശിലാവസ്തുക്കൾ പൊടിയുന്നു. ഈ പൊടിഞ്ഞ ശിലാവസ്തുക്കൾ ഭൂരൂപീകരണ സഹായികളായിട്ടുള്ള ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാലകൾ വഴി ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു? താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുക ചെയ്യുക. അപ്പോൾ ആരൊക്കെയാണ് ഭൂരൂപീകരണ സഹായികൾ? നമ്മൾ നോക്കിയതൊക്കെയാണ്. ഒന്ന് ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാലകൾ. അപ്പോൾ ഭൗമോപരിതലത്തിലെ വിവിധ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്ന ഇവയാണ് ഭൂരൂപീകരണ സഹായികൾ. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടാണ് അതിവിശാലമായ എക്കൽ സമതലങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ പല നദികൾ നമുക്കറിയാം. ഹിമാലയൻ നദികളായിട്ടുള്ള ഗംഗ, സിന്ധു, ബ്രഹ്മപുത്രയിൽ നിന്നൊക്കെ വരുന്ന അവസാദങ്ങൾ ക്യാരി ഔട്ട് ചെയ്ത് അത് നിക്ഷേപിച്ചിട്ടാണ് ഈ ഉത്തര മഹാസമതലം എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് അതിവിശാലമായ എക്കൽ സമതലം രൂപപ്പെട്ടത്. ഇതുപോലെ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചെത്തുന്ന നദികൾ വായിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഉത്തരേന്ത്യൻ സമതലം രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ ഉത്തര മഹാസമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം എന്നൊക്കെ പറയുന്നത് ഹിമാലയൻ നദികൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത അവസാദങ്ങൾ കൊണ്ടാണ് ഇതുണ്ടായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഹിമാലയത്തിൻ്റെ രൂപീകരണ ഫലമായി അതിൻ്റെ തെക്കുഭാഗത്തുണ്ടായ അതിവിശാലമായ തടത്തിൽ. അപ്പോൾ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഹിമാലയം. അപ്പോൾ അതിൻ്റെ തെക്കെന്ന് പറഞ്ഞാൽ താഴെ ഉത്തര പർവ്വത മേഖലയുടെ തൊട്ട് താഴെ കാണുന്ന അതിവിശാലമായ ഒരു സമതല പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇത് ഏതാണ്? ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയൊക്കെ കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടുള്ള മഹാസമതലമാണ് ഇത് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഹിമാലയത്തിൻ്റെ രൂപീകരണ ഫലമായി അതിൻ്റെ തെക്കുഭാഗത്തുണ്ടായ അതിവിശാലമായ തടത്തിലാണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ നീണ്ടുനിന്ന നിക്ഷേപ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നീണ്ടുനിന്ന നിക്ഷേപ പ്രക്രിയയാൽ ഈ സമതലം ഉണ്ടായത്. ഇനി എന്താ അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ സിന്ധു മുതൽ ഗംഗാ നദീമുഖം വരെ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, സിന്ധു മുതൽ ഗംഗാ സമതലം വരെ, ഗംഗാ നദീമുഖം വരെ വ്യാപിച്ചു കിടക്കുന്നു. 3200 കിലോമീറ്റർ നീളവും. ഓക്കെ, ഇന്ത്യയിൽ നീളം 2400 കിലോമീറ്ററാണ്. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് സിവാലിക് പർവ്വതനിരകൾ വടക്കും. ഓക്കെ, വടക്ക് സിവാലിക് പർവ്വതനിരകളാണ്. ഓക്കെ, അതുപോലെ തന്നെ സിവാലിക് പർവ്വതനിരകൾ വടക്കും. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ അരികുകൾ തെക്കുഭാഗത്തും സ്ഥിതി ചെയ്യുന്നു. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വ്യാപ്തി. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഈ ഉത്തര മഹാസമതലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? സിന്ധു ഓക്കെ, അത് ഹിമാലയൻ നദി ഓക്കെ ആണ്. സിന്ധു മുതൽ ഗംഗാ നദീമുഖം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമതല പ്രദേശമാണ് ഇത് ഉത്തര മഹാസമതലം. 3200 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നീളം 2400 കിലോമീറ്ററാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് ഇത്. സിവാലിക് പർവ്വതനിരകൾ വടക്ക് ഭാഗം. അപ്പോൾ നമുക്കറിയാം, ഓക്കെ, ഇതാണ് വടക്ക്, ഇതാണ് തെക്ക്, ഇതാണ് കിഴക്ക്, ഇതാണ് പടിഞ്ഞാറ്. അപ്പോൾ വടക്ക് സിവാലിക് പർവ്വതനിരകൾ വടക്കും. ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ അരികുകൾ തെക്കുഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായിട്ട് അരികുകളുണ്ട് തെക്കുഭാഗത്ത്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വ്യാപ്തി. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭാഗമാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താ
പറയാനുള്ളത്? ഉത്തരേന്ത്യൻ മഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഓക്കെ, ഒന്ന് രാജസ്ഥാൻ സമതലമുണ്ട്, പഞ്ചാബ് ഹരിയാന സമതലമുണ്ട്, അതുതന്നെ ഗംഗാ സമതലമുണ്ട്, അതിന് ബ്രഹ്മപുത്ര സമതലമുണ്ട്. ഓക്കെ, ബ്രഹ്മപുത്ര സമതലമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉത്തരേന്ത്യൻ മഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക ക്ലാസിഫിക്കേഷനാണ് എന്ത്? രാജസ്ഥാൻ സമതലം. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റം. അപ്പോൾ പടിഞ്ഞാറേ അറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ, അതുപോലെ തന്നെ ഗുജറാത്ത്, ആ മേഖലയിലേക്കാണ് ഈ രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത്. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ് മരുസ്ഥലി. രാജസ്ഥാൻ മരുസ്ഥലി, രാജസ്ഥാൻ ഭാഗ് എന്നിങ്ങനെ ധാറിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. രാജസ്ഥാൻ ഭാഗ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ലൂണി പ്രധാന നദിയാണ്. ധാരാളം ഉപ്പു തടാകങ്ങളുണ്ട്. ഉദാഹരണം സാമ്പാർ ഉപ്പു തടാകം ഇവിടെയാണ്. ധാരാളം ഉപ്പു തടാകങ്ങളുടെ ഉദാഹരണം സാമ്പാർ. അടുത്താണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. എന്താ പറയാനുള്ളത്? പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. വ്യാപ്തി 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 5 ദോബുകളായി 5 ദോബുകളായി തിരിച്ചിരിക്കുന്നു. 5 ദോബുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അടുത്ത ഗംഗാ സമതലം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് മുതൽ യമുന തടം വരെ 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി. ഗംഗയുടെയും പോഷക നദികളുടെയും നിക്ഷേപ പ്രക്രിയകളാൽ ഉത്ഭവിച്ചതാണ് ഈ ഗംഗാ സമതലം എന്ന് പറയുന്നത്. അടുത്താണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 720 കിലോമീറ്റർ വരെ നീളവും 60 മുതൽ 70 കിലോമീറ്റർ വീതിയും ഭൂരിഭാഗം പ്രദേശങ്ങളും അസമിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിശാസ്ത്രപരമായി വേറിട്ടുള്ള കിടപ്പ് രൂപപ്പെടുന്നത് ബ്രഹ്മപുത്രയുടെയും പോഷക നദികളുടെയും നിക്ഷേപ പ്രക്രിയയിലാണ്. എക്കൽ വിശറികളാൽ ഇത് സമ്പന്നമാണ്. അപ്പോൾ പ്രാദേശിക വിഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. രാജസ്ഥാൻ സമതലമുണ്ട്, പഞ്ചാബ് ഹരിയാന സമതലമുണ്ട്, ഗംഗാ സമതലമുണ്ട്, ബ്രഹ്മപുത്ര സമതലമുണ്ട്. ഓർത്തിരിക്കുക. അപ്പോൾ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന നദിയാണ് ലൂണി. ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. ഉദാഹരണം സാമ്പാറാണ്. സാമ്പാർ ഉപ്പ് തടാകം. ഇനി പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന പഞ്ചാബ് ഹരിയാന സമതലം വ്യാപ്തി 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. 5 ദോബുകളായി തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഗംഗാ സമതലം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് മുതൽ യമുന നദീതടം വരെ 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി. ഗംഗയുടെയും പോഷക നദികളുടെയും നിക്ഷേപ പ്രക്രിയകളാൽ ഉത്ഭവമാണ്. ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്ന സംഗതി 720 കിലോമീറ്റർ വരെ നീളവും 60 മുതൽ 70 വരെ കിലോമീറ്റർ വീതിയും ഭൂരിഭാഗം പ്രദേശങ്ങളും അസമിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിശാസ്ത്രപരമായി വേറിട്ടുള്ള കിടപ്പാണ് രൂപപ്പെട്ടുള്ളത്. ബ്രഹ്മപുത്രയുടെയും പോഷക നദികളുടെയും നിക്ഷേപ പ്രക്രിയകളാണ്. എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. ഓർത്തിരിക്കുക. ഇനി എന്താണ് ഈ എക്കൽ വിശറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് എക്കൽ വിശറി എന്ന് പറഞ്ഞാൽ നോക്കാം. എക്കൽ വിശറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്കൽ വിശറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദികൾ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുക? നദികൾ സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ നദി സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയും. അപ്പോൾ നന്നായി സ്പീഡിൽ ഒഴുകുന്ന സംഗതി ഒരു സമതലത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒഴുക്ക് പെട്ടെന്ന് കുറയുന്നു. എന്താ സംഭവിക്കുക? അപ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ എന്നറിയപ്പെടുന്നത്. അടുത്താണത് ഓക്സ്ബോ തടാകം. ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് നദിയുടെ സ്വാഭാവികമായ ഒഴുക്ക് അവസാദങ്ങളാൽ തടയപ്പെടാറുണ്ട്. ഇതിൻ്റെ ഫലമായി നദി വളഞ്ഞു പുഴഞ്ഞ്, അപ്പോൾ ഇങ്ങനെ നേരെ പോകുന്നൊരു നദി ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു യു രൂപം സൃഷ്ടിക്കുന്നതാണ് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. നേരെ പോകുന്നൊരു നദിയായിരുന്നു. അതിങ്ങനെ വളഞ്ഞ ഒരു യു രൂപത്തിൽ അതിന് ഷേപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നദിയുടെ സ്വാഭാവികമായ ഒഴുക്ക് അവസാദങ്ങളാൽ തടസ്സപ്പെടാറുണ്ട്. ഇതിൻ്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞൊഴുകി വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. കാലക്രമേണ ഒഴുക്ക് കൂടുമ്പോൾ നദിയുടെ ഗതി നേരെ തന്നെയാകുന്നു. വളഞ്ഞു പൊഴുകുമ്പോൾ രൂപപ്പെടുന്ന നദീഭാഗം വിട്ടുപോവുകയും ആകൃതിയിലുള്ള ഓക്സ്ബോ തടാകം രൂപപ്പെടുകയും ചെയ്തു. പിന്നീട് എന്താണ് സംഭവിക്കുക? പിന്നീട് സംഭവിക്കുന്നതൊക്കെ നദി നേരെ പോയിട്ടുണ്ടാവും. ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള ആ ഒരു ഷേപ്പിലുള്ള ആ ഒരു ഭൂരൂപം ഇവിടെ നിൽക്കും ചെയ്യും. അപ്പോൾ അതാണെന്ത്? ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. നദി നേരെ ഒഴുകും ചെയ്യും. അവസാദങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടുള്ള നദി, ഇങ്ങനെ ഒഴുകേണ്ട നദി ഇങ്ങനെ അതിൻ്റെ ഒഴുക്ക് ഇങ്ങനെ മാറ്റി ഇങ്ങനെ പോയി. പിന്നീട് നേരാവണ്ണമാകുന്ന സമയത്ത് ഇന്ന് വിട്ടിട്ട് ഇങ്ങനൊരു തടാകം ഇവിടെ രൂപപ്പെടും. ഈ തടാകത്തിനെ പറയുന്നത് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആകൃതിയിലുള്ള ഓക്സ്ബോ തടാകം രൂപം കൊള്ളുന്നു. ബീഹാറിലെ കൻവറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. അപ്പോൾ ഇതൊരു ചോദ്യമാണ്. ബീഹാറിലെ കൻവർ. ബീഹാറിലെ കൻവറാണ്. ബീഹാറിലെ കൻവർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. അപ്പോൾ നദിയുടെ സ്വാഭാവികമായ ഒഴുക്ക് അവസാദങ്ങളാൽ തടസ്സപ്പെടാറുണ്ട്. ഇതിൻ്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞൊഴുകി വലയങ്ങൾ അഥവാ മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു. കാലക്രമേണ ഒഴുക്ക് കൂടുമ്പോൾ നദിയുടെ ഗതി നേരെ തന്നെയാകുന്നു. ഒഴുകിയ ഈ ഭാഗം
നദീ ഭാഗം വിട്ടുപോവുകയും റാ ആകൃതിയിലുള്ള ഓക്സ്ബോ തടാകം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ബീഹാറിലെ കൻവറാണ് ബീഹാറിലെ കൻവറാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത്, ഓർത്തിരിക്കുക. ഇനി ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുമ്പോൾ 3 പ്രകൃതി ഭാഗങ്ങളുണ്ട്. അപ്പോൾ എവിടുന്ന് എങ്ങോട്ടാണ്? ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ട്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വടക്ക് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എന്താണ്, സമതലത്തിൻ്റെ തെക്കോട്ട് പോകുമ്പോൾ 3 ഭൂപ്രകൃതി മേഖലകളുണ്ട്. ഒന്ന് ഭാമർ, 2 ടെറായ്, 3 എക്കൽ സമതലങ്ങൾ. അപ്പോൾ എന്താണ് ഈ ഭാമർ എന്ന് പറയുന്നത്? ഭാമർ സിവാലിക്കിന് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത്, സിവാലിക്കിന് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത്, അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നു. പർവ്വത ഭാഗത്തെ നദികളാൽ ഉരുളൻ കല്ലുകളാൽ മറ്റ് നിക്ഷേപിക്കപ്പെട്ട രൂപമാണത്. ഇവയുടെ അടിയിലൂടെ നദികളും ഒഴുകുന്നെങ്കിലും ദൃശ്യമല്ല. അപ്പോൾ ഭാമർ എന്ന് പറഞ്ഞാൽ സിവാലിക്കിന് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്നു. പർവ്വതഭാഗത്തെ നദികളാൽ ഉരുളൻ കല്ലുകളും മറ്റ് നിക്ഷേപിക്കപ്പെടുന്ന രൂപമാണിത്. ഇവയുടെ അടിയിലൂടെ നദികൾ ഒഴുകുന്നെങ്കിലും ദൃശ്യമല്ല. അതാണ് ഭാമർ എന്ന് പറയുന്നത്. എന്താണ് ടെറായ് എന്ന് പറയുന്നത്? ഭാമർ മേഖലയ്ക്ക് സമാന്തരമായി 10 മുതൽ 20 കിലോമീറ്റർ വീതിയിലുള്ള കാണപ്പെടുന്നു. ചതുപ്പ് നിലങ്ങളാണിവ. ഭാമർ മേഖലയിൽ പ്രത്യക്ഷമല്ലാതിരുന്ന നദികൾ ഇവിടെ കാണാം. സസ്യജീവി വർഗ്ഗങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ മേഖല. ടെറായ് എന്ന് പറയുന്നത്. ഇനി എക്കൽ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറായ് മേഖലയ്ക്ക് തെക്കുഭാഗത്ത് ചെയ്യുന്നു. പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപീകൃതം നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ, ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയവാൽ സമൃദ്ധമാണ്. അപ്പോൾ എക്കൽ സമതലങ്ങളാണ് എന്തൊക്കെ കാണുന്നത്? നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, അതുപോലെ തന്നെ ഡെൽറ്റകൾ, ഓക്സ്ബോ തടാകം കാണപ്പെടുന്നത്. എന്നാൽ ടെറായ് എന്ന് പറയുന്ന സംഗതി ഭാമർ മേഖലയ്ക്ക് സമാന്തരമായി 10 മുതൽ 20 കിലോമീറ്റർ വീതിയിൽ കാണപ്പെടുന്നു. ചതുപ്പ് നിലങ്ങളാണ് ടെറായ് മേഖല. ഭാമർ മേഖലയിൽ പ്രത്യക്ഷമല്ലാതിരുന്ന നദി ഇവിടെ കാണാം. അപ്പോൾ ഭാമർ മേഖലയിൽ നദി അടിയിലൂടെ ഒഴുകുന്നത്, ഇവയുടെ അടിയിലൂടെ നദികൾ ഒഴുകുന്നു. ഇവിടെ ഭാമറിൽ അവിടെ നദി ദൃശ്യമല്ല. എന്നാൽ ടെറായ് മേഖല എത്തുമ്പോൾ ഈ ഭാമർ മേഖലയിൽ പ്രത്യക്ഷമല്ലാത്ത നദി ഇവിടെ കാണാം. സസ്യജീവി വർഗ്ഗങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്? ഈ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുമ്പോഴുള്ള 3 ഭൂപ്രകൃതി മേഖലകളാണ് ഭാമർ, ടെറായ്, അതുപോലെ തന്നെ എക്കൽ സമതലങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കിയത് ഈ ഇന്ത്യൻ ഭൂപ്രകൃതി വിഭാഗത്തിലെ ഉത്തരമഹാസമതലം എന്ന് പറയുന്ന ഒരു മേഖലയുമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.